ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരാളെ പരിചയപ്പെടണം. ആരെന്നറിയണ്ടേ? കുഞ്ഞാപ്പു ബാവ. ഷോർട്ട് മൂവീസിൽ 2 കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ നാട്ടിലേക്കാണ് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് പരിചയപ്പെട്ടാലോ? ഹായ്. ഹായ്. എന്തൊക്കെയാ അനീഫ? നല്ല തന്നെയാടാ, മഴക്കല്ലേ. നമ്മള് കുഞ്ഞാപ്പു എന്ന് പറയുന്ന അനീഫയാണ്. അപ്പൊ മക്കളെ, ഞങ്ങളൊരു ബ്ലോഗ് ഉണ്ട്, KVS ബ്ലോഗ് എന്നാണ്. അപ്പോ ഇതിന്റെ ഒപ്പം ഒരു പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. ഓന്റെ പേരാണ് വാവ, ഓന്റെ ഒറിജിനൽ പേര് ഷാജി എന്നാണ്. അപ്പോ നിങ്ങളെല്ലാരും ഇവന്റെ ബ്ലോഗ് തീർച്ചയായും കാണുക, അതേമാതിരി ഞങ്ങളുടെ ബ്ലോഗും കാണുക. എന്തൊക്കെ പറയണെങ്കിൽ പറഞ്ഞോ. മലപ്പുറം ജില്ലയില് കുറ്റിപ്പുറം എന്ന സ്ഥലത്ത് തവനൂർ എന്നൊരു ഗ്രാമത്തിലാണ് ഈ കുഞ്ഞാപ്പു എന്ന അനീഫയുടെ വീട്. ഞാൻ ഒറിജിനൽ കുഞ്ഞാപ്പു അല്ല, കഥാപാത്രം. അതാണ് ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെ, കഥാപാത്രമായി മാറുമ്പോൾ കുഞ്ഞാപ്പു. അതെ അതെ അതെ. സാധാരണ ഒരു തൊഴിലാളി, ഒരു കൂലിപ്പണിക്കാരൻ, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളെല്ലാരും ഇവന്റെ ചാനലൊക്കെ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. ഇതിന്റെ മാത്രമല്ല, ഓന് എല്ലാരും വിജയിപ്പിക്കുക. KVS ബ്ലോഗ് അതടിച്ചാൽ നിങ്ങളെ ചാനൽ കിട്ടും. അപ്പൊ നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങൾ എല്ലാരും വിജയം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ തരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് പറയാ. അപ്പോ നിങ്ങളെല്ലാരും തീർച്ചയായും കാണുക, ഞങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ മാത്രമല്ല, യൂട്യൂബറെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് വളർന്നു വരുന്ന ഒരു യൂട്യൂബറാണ് ഞാൻ. അപ്പൊ ഇവന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണാൻ സപ്പോർട്ട് ചെയ്യുക. എന്തൊക്കെ പറയാനെങ്കിൽ ഞാൻ പറഞ്ഞപ്പനെയൊക്കെ ഒന്നും മനസ്സിലാവണില്ല. ഞാൻ ഓർച്ചാലും കുഞ്ഞാപ്പു ആവട്ടെ. എങ്ങനെയുണ്ട് കുഞ്ഞാപ്പു ഒരു കഥ പറയും. എന്ത് കഥ പറയാൻ? നാട്ടിലിപ്പോ എന്തേലും എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മള് ഈ മഴനെ പറ്റി എന്തെങ്കിലും എന്നോട് പറയാൻ? എന്റെ നാട്ടിൽ ഇപ്പൊ മഴന്ന് അറിയണ്ടെങ്കിൽ എന്റെ പെരേന്ന് ഇറങ്ങാൻ മയ്യ. ചുറ്റോറ വെള്ളം പൊന്തിട്ട് ഇമ്മാന്റെ വിറകൊക്കെ ഒലിച്ചു പോയി. ഇമ്മാന്റെ എന്നും അടിയാണ്. ആ വേനൽക്കാലത്ത് ഇമ്മ പറയും, കുറ്റക്കണ്ടോനെ ഒരു വെറുകാരുണ്ടാക്കാന്ന്. ഇമ്മാക്ക് അറിയാൻ എനിക്ക് വെറുകാരുണ്ടാക്കാൻ എനിക്കറിയോ വെറുകാരുണ്ടാക്കാൻ. അപ്പൊ ഉമ്മ അറിയും ഒരു വെറുകാരുണ്ടാക്കാൻ ഒരാളുണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞാൻ വെറുകാരുണ്ടാക്കാൻ ആരും കൊണ്ടില്ല. ഞാൻ അമ്മ പറഞ്ഞു അതൊക്കെ ശരിയാവും പറഞ്ഞു. ഇപ്പൊ ഒക്കെ ശരിയായി, വെറുകൊക്കെ ഒളിച്ചു പോവാണ്. ഇങ്ങോട്ട് പറയാ, ഞങ്ങളിപ്പോ 2 ദിവസമായി നബിസാത്താറ പോയിട്ട് കഞ്ഞിൻ്റെളം നിറഞ്ഞിട്ട് കുറച്ച് ഞാൻ പറയും കുറച്ച് കഞ്ഞിൻ്റെളം നിറഞ്ഞിട്ട് ഞാൻ പറയും കുറച്ച് അതില് വെച്ച് വറ്റി വിട്ടോളിന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരും. എന്നിട്ട് ഉമ്മ ഞാനത് കുടിക്കുകയാണ്. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചേട്ടാ. പിന്നെ ഉപ്പുമോളൊക്കെ ഞങ്ങളെ പരേ തന്നെ ഉപ്പുമോളെ അരച്ചിട്ട് അത് കൂട്ടിയിട്ട് കുടിക്കും. അത്രക്ക് മഴയല്ലേ, എന്താ ചെയ്യപ്പോ നമ്മള്. കണ്ടില്ലേ, ഇതാണ് നമ്മളെ കുഞ്ഞാപ്പു. ഇനി വേറൊരാളെ കൂടി ഉണ്ട്, ബാവ. ഓന്റെ കാര്യം പറയാതിരിക്കാൻ നല്ലത്. ബാവ ഒരു എന്തോ ഒരു അത്യാവശ്യ കാര്യമായിട്ട് ബാവ കുറച്ച് ദൂരെയാണ്. എന്റെ ദൂരം ഇറങ്ങുണ്ടാവും. എന്നോട് പറയാൻ ദൂരം പറഞ്ഞു. അപ്പൊ ബാവനെ ഞാൻ വിളിച്ചിരുന്നു. ബാവ പറഞ്ഞ് കുറച്ച് ദൂരെയാണ്, നമുക്ക് വീണ്ടും പിന്നെ ഒരു ദിവസം കാണാന്ന് പറഞ്ഞു. പിന്നെ കണ്ടോളൂ. ഇപ്പൊ ഈ കുഞ്ഞാപ്പു എന്ന അനീഫ വീട്ടിലൊക്കെ എന്തൊക്കെ സുഖങ്ങള്? എന്റെ പെരയില് ഞാനും എന്റെ അമ്മയുണ്ട്. പിന്നെ അനീഫാന്റെ പെരയില് ഓന്റെ അനീഫാനോട് ചോദിക്കാൻ. ഈ അനീഫ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ആടാ, ഇത് കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുണ്ട്. അതെ. പെരയില് ഉമ്മയും ഞാനും ഭാര്യയും 2 മക്കളും. പിന്നെ 3 പെങ്ങന്മാരും 2 ജ്യേഷ്ഠന്മാരുണ്ട്. അവരൊക്കെ സെപ്പറേറ്റ് ആണ്. ഇപ്പൊ നിങ്ങളെ വ്ളോഗ് എങ്ങനെ മുന്നോട്ട് പോകും? വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ ജനങ്ങൾ കാണും. നല്ല കണ്ടന്റ് ഇല്ലെങ്കിൽ ആരും കാണൂല. ഇതുവരെ കൊടുത്തത് നല്ല കണ്ടന്റ് കുഴപ്പമില്ല. ഞാൻ ഒറ്റക്കല്ല, ഞാൻ തന്നെ വേഷം കെട്ടിട്ട് ഉമ്മായിട്ട് അഭിനയിക്കുന്നുണ്ട്. ആദ്യമൊക്കെ നമുക്കൊരു ചളിപ്പും ചമ്മതൊക്കെ ഉണ്ടാവും, പിന്നെ കണ്ട ശരിയാവും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു എന്താ പറയാ നല്ല തൊലിക്കട്ടി വേണട്ട മക്കളെ ഇതിൽ അഭിനയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവൂല. തൊലിക്കട്ടിയാ വേണ്ടത് ഇതില്. കാരണം ഇതിന് വിദ്യാഭ്യാസം ഒന്നും ഒന്നല്ല. കാരണം വെച്ചാ ഞാൻ തന്നെ കഥ എഴുതിയിട്ട് കുറെ സ്ത്രീകളെ വെച്ചിട്ടും അതേമാതിരി കുറെ ആൾക്കാരെ വെച്ച് 5-6 ആൾക്കാരെ വെച്ചിട്ട് ഇപ്പൊ വീഡിയോ എടുത്തിട്ട് അത് നേരം വളർത്തുമ്പോഴത്തേന് ഒരു മണക്കേ കൂടി അതിണ്ടാവില്ല. ചിലപ്പോ ഒരു 200 ആൾക്കാർ കാണും, അങ്ങനെ കാണും. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ വെറുതെ ഒരു കഥ ഉണ്ടാക്കിയാണ്. എന്റെ പെരയിൽ ഇന്നലെ മൂത്തമ്മ വന്നിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് ആൾക്കാർ ജനങ്ങളെ ഏറ്റെടുത്ത്. അങ്ങനെ പിന്നെ നമ്മളെ ഈ ഭാഷ സംസാരിക്കൽ തുടങ്ങി, നമ്മളെ പഴയ ഭാഷ സംസാരിക്കൽ തുടങ്ങി.